ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞങ്ങളുടെ പുതിയൊരു കാർ റിവ്യൂ ആണ്. കാർ റിവ്യൂ അതായത് നിസാൻ എക്സ്ട്രേ ടൈറ്റാനിയം മോഡലിനെ പറ്റിയുള്ള അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. ഹലോ അർഷാദ്, ഹൗ ആർ യു? എന്താണ് വിശേഷം? വെൽക്കം ടു അവർ ചാനൽ. ഗുഡ് മോർണിംഗ്. സുഖമല്ലേ? ഗുഡ് മോർണിംഗ്, സുഖമാണ്. പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിസാൻ്റെ ഒരു മോഡലാണ്. നിസാൻ്റെ എക്സ്റ്ററ എന്ന് പറയുന്ന മോഡലാണ്. എക്സ്റ്ററ എനിക്ക് തോന്നുന്നു മിക്കവാറുമുള്ള കാർ പ്രേമികൾക്ക് സുപരിചിതമായ ഒരു കാർ തന്നെയാണ്. കാരണം നിസാൻ്റെ ഒരു ഷേപ്പ്, അതായത് എക്സ്റ്ററയുടെ ഷേപ്പ്, അത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു സ്പോർട്ടി ഒരു ബോൾഡ് ലുക്ക് വരുന്ന കാറാണ്. അതിനാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. അത് പുതിയ മോഡൽ വന്നപ്പോൾ നിസാൻ്റെ എക്സ്റ്ററയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിസാൻ്റെ എക്സ്റ്ററയിൽ രണ്ട് ജനറേഷൻ ഉണ്ട്. അവർ സ്റ്റാർട്ട് ചെയ്തത് 1999 ഫസ്റ്റ് ജനറേഷൻ. അത് അൺടിൽ 2004 ഉണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2005 മുതൽ 2015 വരെ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2015 ശേഷം അവരവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ ലോഞ്ച് ചെയ്ത്, അതായത് പുതിയ മോഡലാക്കി അവർ ഇറക്കിയത് 2015 അവർ ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരു സ്പോർട്ടി ഷേപ്പ്, ഒരു ബോക്സി മോഡലാണെങ്കിൽ പുതിയ ലോഞ്ച് ചെയ്ത സാധനം കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറാണ്. അപ്പോൾ ഒരു നല്ലൊരു കർവി ഷേപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കംപ്ലീറ്റ്ലി അതിൻ്റെ അടിമുടി മാറി എന്ന് വേണമെങ്കിൽ പറയാം ആ പുതിയൊരു എക്സ്റ്ററയെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ. കാരണം ഇതിപ്പം മെയിൻലി ഇതൊരു ബേസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഒരുപാട് ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഇല്ല. എന്നാൽ പോലും ആവശ്യത്തിനുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ബൾക്കി ഫീല് നമുക്ക് ഒരു റിജിഡ് വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നിസാന്റെ ഒരു റിജിഡ് വണ്ടി. കാരണം നിസാൻ ലൈനപ്പിൽ തന്നെ നോക്കുകയാണെങ്കിൽ നിസാന്റെ ഇപ്പം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വണ്ടി ഏതാണ്? നിസാൻ ഏറ്റവും ടോപ്പിലുള്ള നിസാൻ ഇൻഫിനിറ്റ്. അതിന് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയാണ്, നമ്മുടെ ഇൻഫിനിറ്റിന്റെ മോഡലാണ് വരുന്നത്. നിസാൻ പെട്രോൾ, നിസാൻ പാത്ത് ഫൈൻഡർ, നിസാൻ എക്സ്റ്ററ. യുഎഇയിൽ കൂടുതലും നിസാൻ ആണ് യൂസ് ചെയ്യുന്നത്. യുഎഇയിലുള്ള കാർ പ്രേമികൾക്ക് ഇഷ്ടമുള്ള, ലാൻഡ് ക്രൂസറിനേക്കാൾ ഇഷ്ടമുള്ള നിസാന്റെ വണ്ടിയിലാണ്. നിസാൻ പെട്രോളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ടൊയോട്ടോ ലാൻഡ് ക്രൂസറാണ്. സോ ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് മാറ്റി വെക്കാം. നമ്മളിപ്പം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട നമ്മൾ എക്സ്റ്ററയാണ്. എക്സ്റ്ററയുടെ വിശേഷം എന്താ നമുക്ക് നോക്കാം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് നമുക്ക് പോയി നോക്കാം. നമ്മൾ എക്സ്റ്ററ 2020 ബാക്ക് സൈഡിൽ നിന്ന് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു ബാഡ്ജിങ് ഇത് കണ്ടോ, ബാഡ്ജിങ് പോലത്തെ എക്സ്റ്ററ എന്ന് കൊടുത്തേക്ക് നല്ല രസമുണ്ടല്ലേ? അതെ. പിന്നെ അത് ടൈറ്റേനിയം വേരിയന്റ് ആണിത്. പിന്നെ ഇതിന്റെ പുറകുവശത്ത് ഇപ്രാവശ്യം സ്റ്റാർട്ട് ചെയ്യാന്നങ്ങ് വിചാരിച്ചല്ലേ. എപ്പോഴും ഫ്രണ്ട് വ്യൂ, എനിക്ക് ബാക്ക് കുറച്ചുകൂടെ അപ്പീലിംഗ് ആയിട്ട് തോന്നിയാണ് നമ്മൾ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇതിന്റെ എക്സ്ട്രാ ബാഡ്ജിങ് ഉണ്ട്, ടൈറ്റേനിയം വേർഷൻ ഉണ്ട്, പിന്നെ ബാക്കിലത്തെ ഒരു ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സെൻസേഴ്സ് ഇതിന്റെ ബാക്കിൽ, ഇത് റിവേഴ്സ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ഹൈ എൻഡ് വേരിയന്റ് വരുന്തോറും അതിന് കൂടുതൽ സെൻസേഴ്സ്, പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ, ഇന്റലിജന്റ് മോഡുകൾ ഒരുപാടുണ്ട്. ഈ നിസാൻ പറയപ്പെടുന്ന സാധനം നിസാൻ ഇന്റലിജന്റ് മൊബിലിറ്റി എന്നൊരു സാധനമുണ്ട്. ആ ഫീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിന്റെ പ്ലാറ്റിനം മോഡലാണ്. ഇന്റലിജൻസ് മൊബിലിറ്റി എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സേഫ്റ്റി, വിത്ത് റെസ്പെക്ട് ടു ഡ്രൈവിംഗ് കംഫോർട്ട്, വണ്ടി അസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായാലും അവർ പറയുന്ന ചില വണ്ടി മെയിനായിട്ട് അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ ആ ഒരു മോഡൽ എടുക്കുക, പ്ലാറ്റിനം മോഡൽ നമുക്ക് ഡ്രൈവറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന സാധനം ഈ നിസാൻ ഇന്റലിജന്റ് മൊബിലിറ്റി മോഡലിൽ വരുന്നുണ്ട്. കാരണം നമ്മൾ ബ്രൗസർ ഞങ്ങൾ ചെക്ക് ചെയ്തപ്പം ഫസ്റ്റ് വന്നത് അതിനകത്ത് കൊടുത്തേക്കുന്ന ഇന്റലിജന്റ് ആണ്. ഇന്റലിജന്റ് മൊബിലിറ്റി മോഡൽ ഒരു ബ്രൗസർ അതിന്റെ ഒരു പേജ് തന്നെ ഇന്റലിജൻസ് എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു ഡീറ്റെയിൽ കാണിക്കുന്നതാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ മറ്റു വിശേഷങ്ങൾ നോക്കാം. നമ്മളെ ഫ്രണ്ട് സൈഡിലോട്ട് പോകാം. സമയം നമ്മൾ പുറകിൽ നിന്ന് കണ്ടുകൊണ്ട് ഇതൊരു ടൈറ്റേനിയം മോഡലാണ്. ഇപ്പോൾ ടൈറ്റേനിയം മോഡലിന്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, എത്രത്തോളം അപ്പീലിംഗ് ആണെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള നിസാന്റെ ലോഗോ ഉണ്ട്. നിസാൻ ലോഗോ നല്ല എഴുതിയൊക്കെ നല്ല ക്രോം ഫിനിഷിംഗ്, ഒരുപാട് ക്രോം എലമെന്റിന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രോം വി ഷേപ്പ് കട്ടിങ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിസാന്റെ മിക്കവാറുള്ള വണ്ടിയിൽ അവരുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു യുണീക്ക്നെസ് അവർ കൊണ്ടുവരുന്ന ഒരു വി കട്ടിംഗ് ആണ്. അപ്പോൾ അത് പുതിയ വണ്ടികളൊക്കെ ഒരു ദൂരത്ത് നോക്കുമ്പോഴും ആ ഒരു അപ്പിയറൻസ് നമുക്ക് പെട്ടെന്ന് അത് നിസാനാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിന്റെ സൈഡ് വശങ്ങളോട്ട് വരികയാണെങ്കിൽ എൻ്റെ ഹെഡ് ലാമ്പ് കാണാൻ പറ്റും. ഹെഡ് ലാമ്പിൽ വരുവാണെങ്കിൽ 4 LED ലൈറ്റ്, നല്ല അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന രീതി നല്ല രസമാണ്. അകത്ത് വരുന്ന പ്രൊജക്ടർ ടൈപ്പ് ഹെഡ് ലാമ്പ്സാണ് വരുന്നത്. നല്ല രസമായിട്ട് അവർ ആ ഒരു പോർഷൻ ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഈ സൈഡിലോട്ട് കയറി വരുന്നുണ്ട്. പിന്നെ അതുപോലെ തൊട്ട് താഴെ വരികയാണെങ്കിൽ എയർ വെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് ഉണ്ട്. അഡീഷൻ 2 സൈഡും ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് താഴത്തെ ഒരു സ്പോർട്ടി ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു എലമെന്റ്, ഈ ഒരു ഗ്രേ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്ചർ നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ പിന്നെ ഇതിന്റെ ടയർ സൈസ് നമുക്ക് നോക്കാം. അത്യാവശ്യം ഫ്രണ്ടിൽ തന്നെ നമുക്ക് ടയർ സൈസ് പോകുന്നതിന് മുന്നേ ഫ്രണ്ടിലത്തെ ബോണറ്റ് അത്യാവശ്യം ഒരു ഹെവി, ഒരു ബൾക്കി ഫീൽ കിട്ടുന്ന ഒരു ബോണറ്റാണ് ഇവർ കൊടുത്തേക്കുന്നത്. നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം.
ഓക്കെ. ഇതിന്റെ ഫ്രണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ബോണറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ ഇഞ്ചിൻ സൈസും മറ്റു കാര്യം നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഇഞ്ചിൻ സൈസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വണ്ടി ഒരു 2.5 ലിറ്റർ എഞ്ചിനാണ്. 2.5 DOHC എഞ്ചിനാണ് ഇത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 165 HP ആണ്. പിന്നെ ടോർക്ക് എന്ന് പറയുന്നത് 241 Nm ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് 7 സ്പീഡ് എഞ്ചിനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ സിസ്റ്റം എന്ന് പറയുന്നത് മൾട്ടി പോയിന്റ് മാനിഫോൾഡ് ഇഞ്ചക്ഷൻ ടൈപ്പ് ഒരു സിസ്റ്റമാണ് ഈ വണ്ടിക്ക് ഈ വാഹനത്തിന് കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സസ്പെൻഷൻ കൊടുത്തേക്കുന്നത് എടുത്ത് പറയേണ്ടതാണ് ഒരു ഡബിൾ ഫിഷ് ബോൺ ഒരു സസ്പെൻഷനാണ് ഈ വാഹനത്തിന് നിസാൻ അവർ കൊടുത്തേക്കുന്നത്. ഓക്കെ. പിന്നെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ റിയറും ബാക്കിലൊക്കെ അവർ കൊടുത്തേക്കുന്നത് 2 പിസ്റ്റൺ ഫ്ലോട്ടിംഗ് കാലിപ്പർ ഡിസ്ക് ബ്രേക്കാണ് ഈ വാഹനത്തിന് നിസാൻ അതിൻ്റെ ഫ്രണ്ടിലായാലും റിയറിലായാലും അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ നിസാൻ എക്സ്റ്ററ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ആക്ച്വൽ പവറും ഒരു ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡ്രൈവ് ചെയ്യണം. സോ ലെറ്റ്സ് ഗോ ടു ദ ക്യാബിൻ ആൻഡ് വിൽ ഡ്രൈവ് ദ കാർ. ഓക്കെ. ഇപ്പോൾ മുസമ്മിൽ നമ്മളിപ്പം ഈ വാഹനം ഡ്രൈവ് ചെയ്യാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള എന്താണ് ഫീൽ, എന്താണ്, എങ്ങനെയുണ്ട് ഈ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ? നോർമലി നമ്മൾ പറഞ്ഞായിരുന്നു 2.5 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഫസ്റ്റ് ഒരു ഇനീഷ്യൽ പവർ എനിക്ക് അത്ര അങ്ങ് കിട്ടിയില്ല. എന്നാലും ഓവറോൾ ഓക്കെ ആണ് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ അതെന്തുകൊണ്ടെന്നറിയോ, ഇതിൻ്റെ ഒരു ഫ്യൂവൽ കൺസംഷൻ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഓഫർ ചെയ്യുന്ന 11.4 കിലോമീറ്റർ ആണ്. നമുക്ക് ഈ വാഹനം നമുക്ക് തരുന്ന 10.4 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് അത്രയും ടോർക്ക് ജനറേറ്റ് ആവുന്നുണ്ട്, അത്രയും പവർ ഇതിനകത്ത് വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ എനിക്ക് ഈ സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ നമുക്കൊരു ബിൽഡ് ക്വാളിറ്റി മീൻസ് നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് ആ ഒരു എന്താണ് ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വാഹനത്തിന് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം AC വെന്റ്, ഇപ്പം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ACയുടെ വെന്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഷേപ്പും ഡിസൈനും ആ ഒരു ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഇതിൻ്റെ അകത്തിരിക്കുമ്പോഴത്തേക്കും നല്ല ഒരു പ്രീമിയം കാറിന്റെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നത് ഇതിനകത്ത് 6 സ്പീക്കറാണ് വരുന്നത്. അതോടൊപ്പം തന്നെ 7 ഇഞ്ച് സിസ്റ്റം ആണ്. ഇതിന്റെ കാർപ്ലേ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ. പിന്നെ ഇതിന്റെ ഹൈ എൻഡ് വേരിയന്റിലാണെങ്കിൽ ഇൻബിൽട്ട് മാപ്പാണ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് വെച്ചാൽ നമുക്ക് കാർപ്ലേ ത്രൂ നമുക്ക് മാപ്പ് ഇടാൻ പറ്റും. പിന്നെ സൗണ്ട് സിസ്റ്റം ആയിക്കോട്ടെ ബോസിന്റെ ആണ് ഇതിന്റെ ഹൈ എൻഡ് വേരിയന്റിനകത്ത് വരുന്ന, പ്ലാറ്റിനകത്ത് വരുന്ന. ഇത് ടൈറ്റാനിയം മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്രയും ക്വാളിറ്റി ഉള്ള സ്പീക്കർ അല്ല, എന്നാൽ പോലും നമുക്കൊരു ക്വാളിറ്റി തരുന്നുണ്ട്, ബാസും ട്രബിളും ഒക്കെ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഓട്ടോമാറ്റിക് AC ക്ലൈമറ്റ് കൺട്രോൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ നോബൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഒരു സിൽവർ ടച്ച് പോലെ അത് തന്നെ. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പം ഫ്രണ്ടിന്റെ എല്ലാം നമുക്ക് അതായത് സ്വിച്ച് പോലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് AC കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ തന്നെ നമുക്ക് ഏത് പൊസിഷനിലേക്ക് കൊടുക്കണം, അതായത് നമ്മളുടെ കാലിന്റെ ഭാഗത്തോ ലെഗിലേക്കാണോ AC വേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ നോർമലി കാറിൽ നമ്മളെ ഫോൺ എടുത്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വയർലെസ് ചാർജ്. പക്ഷെ ഇതിൽ ജസ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്, ഒരു ഓൺ ബട്ടൺ പ്രസ് ചെയ്താലേ ചാർജ് ആവത്തുള്ളൂ. പിന്നെ ഇവിടെ അത്യാവശ്യം കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് റിയർ കൂളർ AC നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കാം, നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതൊരു 2 വീൽ ഡ്രൈവ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, 4 വീൽ അല്ല. പിന്നെ സിമ്പിൾ ആയിട്ടാണ് ഇതെല്ലാം കൊടുത്തേക്കുന്നത്. ഒരുപാട് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു മിനിമം ബേസിക് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു സ്പീഡോമീറ്റർ 220 ആണ് ഇതിന്റെ ഹൈ ആയിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ നോർമലി ഇതിനകത്ത് നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ബട്ടൺസും ഇത് നോർമലി പറഞ്ഞാണ്. പിന്നെ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇന്റീരിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്ക് റിയർ നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒക്കെ അടിക്കുമ്പോൾ നൈറ്റ് വിഷൻ ഒക്കെ നമുക്ക് ഇവിടെ ഓൺ ആക്കാൻ പറ്റും. ബ്രൈറ്റ് ആയിട്ട് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ കണ്ണിന് സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന്റെ നമുക്ക് വിഷൻ, അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു വലിയൊരു ഹെവി വണ്ടിക്കകത്ത് പോകുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാക്കോ എങ്ങനെയുണ്ട്? എനിക്ക് ഇത് എടുത്തു പറയേണ്ട ഈ വണ്ടിയുടെ ഹൈറ്റ് ആണ്. നമ്മൾ നല്ല ഒരു ലാൻഡ് ക്രൂസറിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ്. നല്ല ഹൈറ്റിൽ നമ്മളിരിക്കുന്നത്. അതിൻ്റെ കംപ്ലീറ്റ്ലി ബോണറ്റ് ഒക്കെ നല്ല വിസിബിൾ ആണ്. ഓൾമോസ്റ്റ് റോഡും ബോണറ്റിന്റെ എൻഡ് വരെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മുസമ്മിൽ പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡാഷ്ബോർഡ് ആണ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ഈ കാറിന്റെ നമ്മുടെ പുറത്തെ വിശേഷങ്ങൾ. ഓൾറെഡി നമ്മൾ റിയർ സീറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് എല്ലാ കാസിലും ഇപ്പം വരുന്ന തൊട്ടൊരു പുഷ് സ്റ്റാർട്ട് ബട്ടനാണ് വരുന്നത്.
അതിൻ്റെ കീ ഒരു സിമ്പിൾ കീ ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത് നമ്മൾ കീ നമ്മൾ കാണിച്ചു തരാം. പിന്നെ വേറെന്താ, ഇതാണ് സിമ്പിൾ നിസാന്റെ ഒരു കീ ആണ് കൊടുത്തേക്കുന്നത്. പുഷ് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഫംഗ്ഷൻ ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതൊരു 7 സ്പീഡ് ഓട്ടോ ട്രാൻസ്മിഷൻ വെഹിക്കിൾ തന്നെയാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേസ്മെന്റ് തരുന്ന ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഓവറോൾ അകത്തുള്ള വിശേഷങ്ങൾ. ഈ വെഹിക്കിളിന്റെ പ്രൈസ് എത്ര വരുന്നത്? ഓക്കെ, ടൈറ്റാനിയം മോഡൽ ആണെങ്കിൽ 1,12,500 ഖത്തർ റിയാൽ ആണ് വരുന്നത്. പ്ലാറ്റിനം ആണെങ്കിൽ 1,41,000. അപ്പൊ ഇൻ ബിറ്റ്വീൻ 100,000 to 150,000 ഖത്തർ റിയാലിലാണ് ഈ വണ്ടിയുടെ ഒരു പ്രൈസ് ചെയ്തേക്കുന്നത്. പക്ഷെ അഫോർഡബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫോർഡബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പക്ഷേ ഓക്കെയാണ് ഈ വണ്ടി. അല്ലെ പ്ലാറ്റിനം ഹൈ എൻഡ് മോഡൽ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അതിനകത്ത് അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു പ്രൈസിന് ഈ വണ്ടി ഓൾമോസ്റ്റ് ഓക്കെ. കാരണം ഇത് ജപ്പാനീസ് സാധനമാണ്, ഇത് ചൈന അല്ല. അപ്പോൾ അത്രയും ബിൽറ്റ് ക്വാളിറ്റി ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ പ്രൈസ് കൊടുത്ത് എടുക്കുന്നതിൽ നഷ്ടമില്ലെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു മുസമിലിനെക്കാളും ഹൈറ്റ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പം മുസമിൽ വണ്ടിയുടെ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പം എത്ര വണ്ടിയുടെ ലെങ്ത്തും വിഡ്ത്തൊക്കെ എത്ര? ഇതിന്റെ വിഡ്ത്തും അതുപോലെ തന്നെ ഹൈറ്റും വരുന്നത് 1.86 ആണ്. 86 മീറ്റർ ആണ് വരുന്നത്. ലെങ്ത് വരുന്നത് 4.9 ആണ് വരുന്നത്. 9 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 243 mm ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ അത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കിങ്ങനെ ചവിട്ടി കയറാനും ഒക്കെ, കാരണം മീൻസ് നീളം ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് കയറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ചവിട്ടി കയറേണ്ടി വരും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അടി തട്ടും എന്നൊരു നമുക്ക് ടെൻഷനേ ഇല്ല. അപ്പൊ ഈ വീലും എനിക്ക് തോന്നുന്നു എനിക്ക് 17 ഇഞ്ച് അലോയ് വീൽ. ഓക്കെ. പക്ഷേ പ്ലാറ്റിനം വരെയാണ് ഇത് 18 ആണ് കേട്ടോ. 18 ഇഞ്ച് പ്ലാറ്റിനവും ടൈറ്റാനിയത്തിൽ അവർ ഇട്ടേക്കുന്നത് 17 ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ സൈഡ് പ്രൊഫൈൽ നോക്കണം, അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു വണ്ടിയായിട്ടാണ് നമുക്ക് ഈ കാർ നമുക്ക് ഒരു അത്രത്തോളം നീളമുള്ള ഒരു വണ്ടിയാണ്. അതെ, അതിന്റെ സൈഡ് വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്രോം ഫിനിഷിംഗ് എലമെന്റ്സ് കാണാൻ പറ്റും. ഇവിടെ ഒരു ക്രോം ഫിനിഷിംഗ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ക്രോം ഫിനിഷിംഗ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള സൈഡ് മിറേഴ്സ് ആണ്. ഡോർ ഹാൻഡിലുകളിൽ ക്രോം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഡോറും എല്ലാത്തിലും എല്ലാ സൈഡിലും ഈ ഒരു ക്രോം ഫിനിഷിംഗ് വരുന്നുണ്ട്. നമുക്ക് ലഗേജ് ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ അറിയേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അത്യാവശ്യം ലഗേജ് എക്സ്ട്രാ കൊടുക്കാൻ പറ്റുന്ന റൂഫ് റെയിൽസ് ഉണ്ട്. ഈ റൂഫ് റെയിൽസ് തന്നെ ഇത് ഡിസ്ക് ഈ രണ്ടും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ബാറുകൾ അറ്റാച്ച് ചെയ്താൽ നല്ല രീതിയിൽ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മള് ഇപ്പം സൗദിയിൽ ദുബൈയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ലഗേജ് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ അതെ അതെ. ഇതൊരു 7 സീറ്റർ ആയതുകൊണ്ടും ഫുള്ള് ആൾക്കാർ കൂടുതലാണ്, നമ്മൾ ഒന്നും കൊണ്ട് വറിയേണ്ട. ഈ റൂഫ് റെയിൽസിൽ നമുക്ക് ലോഡ് അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ട്രങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 1027 ലിറ്റർ ആണ് നിസാൻ ഓഫർ ചെയ്യുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ട്രങ്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സീറ്റ് നമുക്ക് തേർഡ് സീറ്റ് ഉണ്ട്, അത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് അത് ഒരുവിധം എക്സ്യുവിയിലെല്ലാം വരുന്ന വണ്ടികൾക്കെല്ലാം ഇതിന്റെ ബാക്കിൽ സീറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഈ സീറ്റ് അൺഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിൽ ദർ ആർ സ്പേസസ്. കണ്ടോ, അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ട്രങ്ക് ആണ്. അത് 1027 ലിറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല, ഒരുപാടുണ്ട്. ഈവൻ സെക്കൻഡ് റോ സീറ്റ് അൺഫോൾഡ് ചെയ്താൽ മോർ സ്പേസ് നമുക്ക് കിട്ടും. വാഹനത്തിന്റെ ഉൾവശം നോക്കുക, ഫ്രണ്ട് സീറ്റ് ഡ്രൈവർ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു ക്ലോത്ത് ഫാബ്രിക് ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഒരു ലെതർ അല്ല, ക്ലോത്ത് ആണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം നോക്കുക കഴിഞ്ഞാൽ, ഇതിൻ്റെ ഡോറി നോക്കി കഴിഞ്ഞാൽ 2 മിക്സഡ് എലമെൻറ്റ്സാണ് കൊടുത്തേക്കുന്നത്. കളർ ടെക്സ്ചറാണ് കൊടുത്തേക്കുന്നത്. ഒന്ന് ബ്ലാക്ക് വിത്ത് ഒരു ഐവറി കളർ ഷേപ്പുള്ള കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് എല്ലാം ഒരു ക്രോം ഫിനിഷിങ് അവർ കൊടുക്കാൻ ആരും മറന്നിട്ടില്ല. അതുപോലെ തന്നെ AC വെനിലും എല്ലാ വെൻസിലും ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് പറയുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. കംഫർട്ടബിൾ ഒരു ചെറിയ നിസാൻ്റെ ഒരു സ്റ്റിയറിംഗ് അവർ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരുപാട് ടച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. വോളിയം അപ്പ് ലോ, പിന്നെ അതുപോലെ തന്നെ ചാനൽ മാറ്റാനുള്ളത്, പിന്നെ അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾസ്, ഹോണ്, മറ്റെല്ലാ കാര്യങ്ങളും ഈ ഒരു 2 സൈഡിലും ഇത് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ഒട്ടുമിക്ക നിസാൻ്റെ കാറുകളിലും വരുന്ന ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, ഇത്രയും വലിയ വണ്ടിയാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത്. നമ്മൾ പുറകു വശത്ത് കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ മുസമിലിനെ വിളിക്കാം. കാരണം മുസമിലായിരിക്കും കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള ഒരാൾ. ഇപ്പോൾ എടുത്ത് പറയാം, മുസമിൽ എങ്ങനെയാണ് ബാക്കിലത്തെ പ്രൊഫൈൽ? ബാക്കിൽ നമുക്കിപ്പോൾ കയറുമ്പോൾ തന്നെ എനിക്ക് എന്താണേലും ഇവിടെ ഫുഡ് സ്റ്റെപ്പ് ചവിട്ടാതെ കയറാൻ പറ്റത്തില്ല. മീൻസ് കയറാൻ പറ്റുമെങ്കിലും അപ്പം തീരെ പൊക്കം ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ ഫുഡ് സ്റ്റെപ്പ് എന്താണെങ്കിലും യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഫുഡ് സ്റ്റെപ്പ് കൊടുത്തുകൊണ്ട് കുറച്ച് പ്രയോജനമാണ്. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ എൻ്റെ തൈ സപ്പോർട്ടാണെങ്കിലും ഇവിടുത്തെ തൈ സപ്പോർട്ടാണെങ്കിലും എനിക്ക് വലിയ പക്കാണെന്ന് പറയാൻ പറ്റത്തില്ല.
എന്നാലും ഓവറോൾ ഓക്കെ കാരണം മുസമ്മില് കാല് കുറച്ച് നീളമുണ്ട്. അത് തന്നെ. അതുപോലെ തന്നെ എൻ്റെ ഒരു ഹെഡ് ക്ലിയറൻസ് ആയിക്കോട്ടെ, അത് ആവശ്യത്തിന് ഹെഡ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പം ഡോറിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴും ഇപ്പം ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ഇതൊരു ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ എല്ലാ എലമെന്റ്സ് ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ സ്പീക്കറുണ്ട് ബാക്കിലെ സൈഡിൽ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നോർമലി നമ്മളിപ്പം ഓഫ് റോഡ് വണ്ടികൾക്കാണെങ്കിൽ നമ്മൾ ഈ ഇതുപോലെയുള്ള ഹാൻഡിലുകൾ കൊടുക്കും, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും പിടിക്കാനുള്ള ഈ ഒരു മോഡലും ടൈറ്റാനിയം മോഡലിന് ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ AC നമ്മൾ നോർമൽ ഇവിടെ നിന്നാണ് AC-യുടെ വെന്റ് വരുന്നത്, പക്ഷേ ഇവിടെ AC-യുടെ കൂളിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, ഇതൊരു 4 ഇത് ഫാൻ്റെ സ്പീഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുകളിലായിട്ടാണ് AC-യുടെ വെന്റ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴേക്ക് ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് 2 പവർ കൊടുത്തിട്ടുണ്ട്. നോർമലി ഞാൻ കണ്ടിട്ടുള്ളത് C ടൈപ്പ് കേബിളിനെക്കാളും നോർമൽ USB കേബിളാണ്. ഇതിനകത്ത് C ടൈപ്പ് കേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC വെന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാക്ക് സൈഡിലെ റോയിലേക്ക് കിട്ടാൻ വേണ്ടി. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ആയിട്ട് നമുക്ക് സീറ്റിനകത്ത് തന്നെ നമുക്കിപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിക്കാം. കപ്പ് ഹോൾഡറായിട്ട് നമുക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് ചായ അല്ലെങ്കിൽ അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ജ്യൂസൊക്കെ മേടിച്ച് വെക്കാൻ പറ്റുന്ന, നമുക്ക് ഹാൻഡ് ഒരു റെസ്റ്റ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. എനിക്ക് ഇതിലെടുത്ത് വരേണ്ട മുസമ്മിൽ വേറൊരു കാര്യം വെച്ചാൽ ഈ റിയർ സീറ്റ് ഭയങ്കര ഹൈറ്റിലാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഈവൻ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് ആ ബോണറ്റ് കാണാൻ പറ്റും. ബോണറ്റ് കാണാൻ പറ്റും. അത്രയും ഹൈറ്റിലാണ് ഒരു വണ്ടി സീറ്റ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ സാധാരണ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു ഹൈ എൻഡ് വേരിയന്റിൽ ഇവിടെ ആണ് സ്ക്രീൻ വരുന്നത്, പക്ഷെ ഇതിനകത്ത് ആ ഒരു സ്ക്രീൻ കൊടുത്തിട്ടില്ല. ടൈറ്റാനിയം ആയതുകൊണ്ട് ആരും ഇല്ല. കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്ത് കുറവാണ്, നമ്മളെ ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം ഞാൻ ഇരുന്നു മുസ്ലിം ഈവൻ ഇവിടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. ഇത് അൺഫോൾഡ് ചെയ്ത് പിന്നെ ഇതിനകത്ത് വേറെ സംഭവം എന്ന് വെച്ചാൽ ഞാനത് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് നമുക്ക് ബാക്കിലത്തെ നമ്മൾ നോർമലി മാനുവലി ആയിട്ടാണ് നമ്മൾ അതായത് നമ്മളുടെ ബാക്കിലത്തെ സീറ്റ് നമ്മൾ അൺഫോൾഡ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പം ഇവിടത്തെ അതായത് ഈ എൻ്റെ നമ്മളുടെ സൈഡ് സീറ്റിലെ ഇതിപ്പം തുറക്കണമെങ്കിൽ കണ്ടോ, ഇനി നമുക്ക് തുറന്ന് നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പല വണ്ടികളിലും ആ ഒരു ഫീച്ചർ കൊടുത്തിട്ടില്ല, ചിലപ്പം ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. ഡ്രൈവർ ഇറങ്ങി തുറന്നു കൊടുക്കേണ്ട കണ്ടീഷൻ. നമ്മളുടെ ഈ ഒരു റിവ്യൂവിന്റെ എൻഡായി. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് മീൻസ് കാറിന്റെ ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ വരുന്നതായിരിക്കും. എനിവേ, അപ്പോൾ താങ്ക് യു.